ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു ബീഫ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ബീഫ് കറി വയ്ക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യമായി നമ്മൾ ബീഫ് കറി വയ്ക്കാനായിട്ടുള്ള ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ. ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഞാൻ അടച്ച് സൂക്ഷിച്ചു. എന്നിട്ടൊരു ബ്രൗൺ നിറമായിട്ട് വന്നപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും നല്ല രീതിയിലൊന്ന് വഴറ്റി മിക്സാക്കി എടുത്തു. ദാണ്ട് ഇങ്ങനെയൊന്ന് വഴറ്റിയെടുത്തു. അല്ലെങ്കിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. നല്ല രീതിയിൽ ഉള്ളി വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഉള്ളി വഴന്ന് വരുന്നതനുസരിച്ചിരിക്കും കറിയുടെ ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് അതൊന്ന് സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി നേരത്തെ തന്നെ അരിഞ്ഞ് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തു. ഇനി എനിക്ക് ബീഫ് ഒന്ന് നല്ല രീതിയിൽ കഴുകിയെടുത്ത് അതിലേക്ക് മസാലയും എല്ലാം ഇട്ട് കൊടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം, മസാല എന്ന് പറയുമ്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുത്തു. കുക്കറിലാണ് കേട്ടോ. എന്നിട്ട് ഈ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് വേവിച്ചെടുത്ത ബീഫ് വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഉള്ളിയും ബീഫും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തു. മിക്സാക്കി എടുത്തിട്ട് ഞാനൊന്ന് കുറച്ച് എണ്ണയിലൊന്ന് കുറച്ച് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണമായിരുന്നു. അതിനായിട്ട് പാത്രം വെച്ചു. മുളക് പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അത് നേരത്തെ വെച്ചിരുന്ന ആ ബീഫിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തു. ഇതുപോലെ ചേർത്ത് മിക്സാക്കി കറി ഒന്ന് സെറ്റാക്കുവാണ്. ഇപ്പോൾ റെഡിയായിട്ട് നമ്മുടെ ബീഫ് കറി റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇപ്പോൾ ബീഫ് കറി ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കി കേട്ടോ. ഞാൻ ഒന്ന് മിക്സാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില നല്ലതാണ്, നല്ല മണം കിട്ടും. മല്ലിയിലയും കൂടെ ഒക്കെ ഇടുമ്പോഴേ അങ്ങനെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് മിക്സാക്കി എന്നിട്ട് തീ കുറച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുവാണ്. തീ കുറച്ച് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ട് വരും കേട്ടോ. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.